കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ് കപ്പയ്ക്ക അല്ലെങ്കിൽ പപ്പായ. കാരിക്കേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന പപ്പായയുടെ ശാസ്ത്രീയ നാമം കാരിക്ക പപ്പായ എന്നാണ്. പോർച്ചുഗീസ് പപ്പയ എന്നതിൽ നിന്നാണ് പപ്പായ എന്ന പേരുണ്ടായത്. കപ്പളം, കപ്ലങ്ങ, കപ്പയ്ക്ക, കൊപ്പയ്ക്ക, കർമൂസ്, കർമ്മത്തി, കപ്പത്തുങ്കായ, കപ്ലങ്ങ, പപ്പ, പപ്പക്കായ, പപ്പരയ്ക്ക, ഓമയ്ക്ക, കർമൂസ, കറുവത്തി, ദർത്തുങ്കായ, മരമത്തങ്ങ, ആണും പെണ്ണുങ്കായ എന്നിങ്ങനെ ഒട്ടനവധി പേരിൽ ഈ സസ്യവും അതിൻ്റെ ഫലവും അറിയപ്പെടുന്നു. അധികം ഉള്ളില്ലാത്ത പൊള്ളയായ തടി, ഏകദേശം നക്ഷത്രാകൃതിയിലുള്ള ഇലകൾ, ഇലകൾക്ക് പൊള്ളയായ തണ്ടുകൾ, തടിയും തണ്ടും ചേരുന്നിടത്ത് പൂക്കളായി അത് പിന്നീട് ഫലമായി മാറുന്നു. രൂപം കൊണ്ട് പെൺമരം പോലെ തന്നെയാണ് ആൺപപ്പായയും. പൂവിടാൻ തുടങ്ങുമ്പോൾ മാത്രം വ്യത്യാസം കാണാൻ കഴിയും. തണ്ടുകൾക്കിടയിലൂടെ ഇടയ്ക്കിടെ കുലകളായി പൂക്കൾ ഉണ്ടാകുന്നത് ആൺപപ്പായയിൽ നിന്നാണ്. പൂക്കൾ ഉണ്ടെങ്കിലും അത് കായ്ക്കില്ല. വിത്തുവഴിയാണ് പ്രധാനമായും പ്രജനനം നടക്കുന്നത്. മൗണ്ട് ലെയറിങ് വഴിയും നടക്കും. നിങ്ങളുടെ നാട്ടിൽ ഈ പ്ലാന്റിന് പറയുന്ന പേരുകളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. സ്ഥലവും കൂടി പറയണം.